ഹലോ, നമുക്കിന്നൊരു തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു വെറൈറ്റി അയിലക്കറി നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മുടെ അയിലക്കൊട്ടന്മാരെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ആക്കിയിട്ടുണ്ട്. കറിയിലോട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കാം കേട്ടോ. അതിന് തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കലത്തിലോട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലോണം കൈ വെച്ചിട്ട് തന്നെ ഞെരടി ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലോട്ടൊക്കെ പിടിക്കുന്ന രീതിയിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കി എടുത്തൊന്ന് മാറ്റി വെക്കണം കേട്ടോ. മിക്കപ്പോഴും എല്ലാവരും നാളികേരപ്പാലിലാണ് കറി വയ്ക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കറിക്കൊരു പ്രത്യേകത ഉണ്ട്. കുറച്ച് നാളികേരപ്പാൽ മാത്രം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി അരപ്പ് റെഡിയാക്കിയിട്ട്, അതായത് നാളികേരം നല്ലപോലെ അടിച്ചെടുത്തിട്ടാണ് കേട്ടോ അതിൽ ഒഴിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ കുടംപുളി റെഡി ആയിട്ടുണ്ട്. കുടംപുളി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുടംപുളി നല്ലോണം ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ കുറച്ച് മാത്രം ഞാൻ നാളികേരപ്പാലിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. നാളികേരപ്പാൽ ഇതായി മിക്സിയിലോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള അരപ്പിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ആവശ്യാനുസരണം കൂടുതൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ നാളികേരപ്പാൽ ഒഴിച്ച് മിക്സിയിലോട്ട് നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മിക്സ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ ഒന്ന് തള വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മീൻ ഇടാൻ റെഡി ആവുന്ന സമയത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീൻ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഇത്രയും തള വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മീനൊന്ന് കുക്കായി വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അധികം നല്ലോണം കയ്യിലിട്ടൊന്നും ഇളക്കാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ താളിപ്പൊന്ന് റെഡിയാക്കാൻ ചുവന്നുള്ളിയും വേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഒന്ന് സെറ്റായി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് നമ്മുടെ അതിലോട്ടുള്ള താളിപ്പ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയൊന്നും ഞാൻ ഈ താളിപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടെ. അപ്പോൾ കറിയിലോട്ട് ഞാൻ നമ്മുടെ താളിപ്പ് കാച്ചൊഴിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ നമ്മുടെ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ.